ഇറങ്ങാറ് സ്ഥലമില്ലേ, ഫുള്ള് റബ്ബറും തോട്ടവും അതും ഇതൊക്കെ. അങ്ങനെ എന്റെ വീട്ടിൽ ഞാൻ വെച്ചേക്കാണ്. കാരണം ആ ഡയറി ഇവിടെ കൊണ്ടുവന്നാൽ എന്റെ കെട്ടിയവൻ എന്നെ ഡിവോഴ്സ് ചെയ്യും. അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് മുതലേ കണ്ടെന്ന് ആൾക്കാരെന്ന് പറഞ്ഞ ചായക്കടയിലാണ് ഗൈസ്. പിന്നെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അബൂസ് വ്ലോഗ്. അപ്പൊ ഗൈസ് ഇന്നോട്ടെന്നല്ല, ഇന്നത്തെ ഫുൾ വീഡിയോ എടുക്കുന്നത് ഞാനായിരിക്കും. അപ്പൊ ഞാനും അബുവും ഇക്കുവും കൂടെ ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. 1 ഡേ ട്രിപ്പ്, ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന സൺഡേ അല്ലേ. അപ്പൊ അവൻ ഫ്രീ ആണ്, ഇവൻ ഫ്രീ ആണ്. പിന്നെ ഇവന്മാരുടെ രണ്ടിനും ബെഡാ ദോസ്തായ നമ്മൾ നബീലിനെ പിക്ക് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾ ഓൺ ദി വേയില് എങ്ങോട്ട് പോവാന്ന് പ്ലാൻ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? ഞാനൊന്ന് പേടിച്ചു പോയി. ഇനി മുതൽ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ചാനലിൽ പോയത്. അപ്പൊ ഗൈസ്, ഇനി മുതലല്ല, ഇന്നത്തെ വീഡിയോ ഫുള്ള് ഞാനായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്. ഗൈസ്, നമ്മള് നബീലിനെ നോക്കി വെയിറ്റ് ചെയ്യാണ്. ഗൈസ്, ഒന്നും തോന്നില്ല, അവന് വയ്യാത്തയാണ്. യൂട്യൂബിനകത്ത് വീഡിയോ വൈറലാക്കാൻ നോക്കണേ. വൈറലാവുന്നതാണ് മിക്കവാറും നീ വൈറലാവും. എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ വൈറലിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല എന്നുള്ള കാര്യം. എന്റെ ലൈഫ് പണ്ടേ ചെയ്യാറുണ്ട്. അതെ, പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ വേണ്ട, അത് പറഞ്ഞു ഞാൻ ഹൈഡ് ചെയ്തിട്ടേക്കാണെന്നാ എന്റെ വെറുതെ കയറി പോണ്ട. അപ്പൊ ഗൈസ്, നമ്മള് നബീലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ വേട്ടവളി ഇനി നടന്ന് വരണം. വന്നു കഴിയുമ്പത്തേന് ഇവരെ പറയുന്നത് ഒന്നും ഇവ വീഡിയോയിൽ കൊണ്ടുവരുന്നില്ല, ഇത് കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് നമ്മൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോണോ. ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നും നമുക്ക് ശരിക്കും അറിയത്തില്ല. ഇവരുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം ഇവരെ പറയുന്നതെല്ലാം ഇവൻ കട്ട് ചെയ്തോളാം. അപ്പൊ നമ്മൾ ഇറങ്ങും. നമ്മള് ഓൺ ദി വേയില് ഉള്ള കാര്യങ്ങൾ ഫുള്ള് വീഡിയോ ആക്കുന്നതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. നമുക്ക് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾക്കൊരു സന്തോഷം, കാണുന്നവരെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇടുന്നതെന്ന് വെച്ചാൽ, ഒരു ഡയറി എഴുതാൻ വയ്യാത്തത് കൊണ്ട് ഞാനതൊരു ഡിജിറ്റൽ ഡയറി ആക്കി സൂക്ഷിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എനിക്ക് ഡയറി എഴുതാൻ മലയാളം അറിയാത്തതുകൊണ്ട് ഞാൻ അത് മംഗ്ലീഷിൽ എഴുതുന്നുണ്ട്. പക്ഷെ ആ ഡയറി എന്റെ വീട്ടിലില്ല, അത് എന്റെ വീട്ടിൽ ഞാൻ വെച്ചേക്കാണ്. കാരണം ആ ഡയറി ഇവിടെ കൊണ്ടുവന്നാൽ എന്റെ കെട്ടിയവൻ എന്നെ ഡിവോഴ്സ് ചെയ്യും. അതുകൊണ്ടാണ് എടാ, നിനക്ക് വായിക്കാൻ പറ്റില്ല, കാരണം ഞാൻ അതേപോലെ എഴുതിയിട്ടുള്ള. ആചാര്യ ഗുരുക്കന്മാരെ വെച്ച് ഇത് ഏത് ലിപി നോക്കി എഴുതി എല്ലാരും യാത്ര കഴിഞ്ഞിട്ട് ഞാനും ഇവിടെ ചിലപ്പോ കാണത്തില്ല. നമ്മളിനി അങ്ങോട്ട് വീഡിയോസിലൊന്നും കാണത്തില്ല. നമ്മളൊരു വീഡിയോസ് ഒക്കെ എടുക്കാം. വേട്ടാവളികൻ ഇതുവരെയായിട്ടും കയറി ചെയ്തില്ല. അവൻ പുട്ടിയൊക്കെ ഗായ്സ്, അവന്റെ കയ്യിലിരിക്കുന്ന മേക്കപ്പ് സെറ്റ് കാണാം. സൺസ്ക്രീൻ, ഫൗണ്ടേഷൻ, റോസ് പൗഡർ, എല്ലാം ഉണ്ട്. സെറ്റിംഗ് സ്പ്രേ ഫുൾ അവന്റെ കയ്യിലുണ്ട്. അവൻ എന്തിനാണോ പുറപ്പെടാന്ന് അറിയത്തില്ല. പിന്നെ ബാംഗ്ലൂർ ലൈഫ് അല്ലേ ഗായ്സ്, ഇതല്ലേ ഇതിന്റെ അപ്പുറം വരും. അപ്പം അവൻ വരുമ്പോ നമുക്ക് വീഡിയോ കാണാം. ബൈ. നമ്മൾ കാത്തിരി നമ്മുടെ നബീൽ വന്നിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നബീലിനെ ഹോസ്റ്റ് ചെയ്യാം. ഇന്നത്തെ എക്സ്പ്ലോർ ഫുള്ള് കറങ്ങുകയാണ്. ഇപ്പൊ നമ്മളെ അല്ലീൻസ് എന്ന് പറയുന്ന ഒരുത്തനെ മൂഞ്ചിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. വേറെ ഒന്നുമില്ല, നമ്മുടെ ഫ്രണ്ട് അമ്മയാ കോമഡി അവന് വിളിക്കാത്തോണ്ട് സാരില്ല ഗൈസ്. അപ്പൊ നബീൽ ഇനി ഒന്നും മിണ്ടത്തില്ല, കാരണം വീഡിയോയിൽ അവൻ നിഷ്കളങ്കനും സൽസ്വഭാവിയും സ്മാർട്ടും ആണ്. അതുകൊണ്ട് അവൻ വീഡിയോ ഇപ്പൊ അവരുടെ തനി ഗ്രൂപ്പ് നിങ്ങളെ കാണിച്ചിരിക്കും. യു ഡോണ്ട് വറി ഗൈസ്. ഞങ്ങൾ അങ്ങനെ കല്യാണത്തിനെത്തി. അവിടെ സ്റ്റേജിൽ ഫുൾ ആൾക്കാരാണ്. ഫൈനലി നമ്മൾ കല്യാണം ചെറുക്കനെ പെണ്ണെ കാണിച്ചത് നമ്മളെ സെയിം കോസ്റ്റ്യൂം ഗൈസ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കല്യാണം ഓർമ്മയെന്നോ ഫുഡ് കല്യാണം സർജ് ചെയ്യാൻ
ഗൈസ് ഞങ്ങളിപ്പം അമ്പൂരി എത്തിയിരിക്കുന്നു. അമ്പൂരി വന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. ചായക്കടയുടെ ഒരു സൽക്കാരം എന്ന് പറഞ്ഞ ചായക്കടയിലാണ് ഗൈസ്. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇനി നെയ്യാർ ഡാമിലോട്ട് പോകാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അതിന് മുമ്പ് ഇതിൻ്റെ അടുത്ത് ഏതെങ്കിലും സ്പോട്ട് ഉണ്ടോ എന്ന് നല്ല രസമുണ്ട് ഗൈസ് നമുക്കിവിടെ കാണാൻ. ഞാൻ ബാക്കിൽ ജസ്റ്റ് നമ്മൾ കോട്ടയങ്ങാറ സ്ഥലമില്ലേ, ഫുള്ള് റബ്ബറും തോട്ടവും അതും ഇതൊക്കെ, അങ്ങനെ ഒരു വൈബാണ് ഇങ്ങോട്ട്. ഫുള്ള് ഒരു ഗ്രാമം പോലത്തെ സ്ഥലം. പിന്നെ നമ്മുടെ ബേബിയെ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ റോക്കി ബായ്. ഇപ്പൊ പോകുന്നത് ആമ്പൂരിയിലെ ഒരു മറ്റേ കായലിന്റെ നടുക്കൂടിയുള്ള നീളമുള്ള ഒരു പാലത്തിൽ നടക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണുന്നതിന് മുമ്പായിട്ട് ഒരു വലിയ പോയി മല മല അപ്പൊ നമ്മൾ കുന്നൊക്കെ കണ്ടിട്ട് അല്ല കുന്നത്തന്നെ നമുക്ക് ആ പാലം കണ്ടിട്ട് ആമ്പൂരിയിലെ അടിപൊളി സ്ഥലത്ത് എത്തി. പക്ഷെ എങ്ങനെ നമ്മൾ തിരിക്കും, എങ്ങനെ മറ്റൊരു വണ്ടി പോവും? അപ്പൊ ഗൈസ് നമ്മളൊരു പാലത്തിന്റെ പാലത്തിൽ കൂടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഏകദേശം ഒരു 100-200 മീറ്ററോളം ദൂരമുണ്ട് ഈ പാലം. പാലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 സൈഡിലും വെള്ളമാണ്. അപ്പൊ ഗൈസ് ഇത് കണ്ട നിങ്ങൾ ഈ വ്യൂ കാണുന്നുണ്ടെന്ന് ആകാശത്തെ മറ്റേതാ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ വെളിയിൽ പോകുന്ന ഇങ്ങോട്ട് പോകുന്ന. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ സ്പോട്ട് ഇട്ടിരിക്കുന്ന ഗോയ്സ് ഇവിടെ നിന്ന് ചാടിയ ചാവായിരിക്കും, അത് ഉറപ്പാണ്. മുങ്ങി നീന്തലറിയാത്തവരൊക്കെ നോ ഗൈസ് അവരിവിടെ വെച്ചിട്ടുണ്ട്. It's very beautiful. I really like. സെറ്റ് ആണ്. ഒറ്റ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പറ്റൂലേ. ഗൈസ് അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ഒരു സ്പോട്ടിലാണ്. ഇനി നമ്മൾ അടുത്ത ഒരു വേറെ നെയ്യാർ ഡാമിലോട്ട് പോകാനുള്ള പരിപാടിയാണ് ഗൈസ്. ഈ റോഡിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ നിൽക്കും തോറും ഓരോ വണ്ടികൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വരും. അതുകൊണ്ട് അങ്ങ് അധികം നേരം ഇവിടെ നിൽക്കാക്കൂല. ഇത് പഞ്ചായത്തിന്റെ ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൂറിസ്റ്റുകളാണെന്ന് പറയുമ്പോൾ വന്ന് നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇവര് അതാണ് ഇപ്പൊ നമ്മൾ നോക്കിയെന്നില്ലെങ്കിൽ നമ്മൾ എടുത്തോണ്ട് പോകും. ഇത് നേരത്തെ ഒരു ഓട്ടോ വന്നു, നമ്മളെല്ലാവരും ജീവനും കൊണ്ട് ഓടി. അമ്മാതിരി ഓട്ടം വരുന്നു. അതെ, ഓടിക്കാത്ത ഓട്ടം വരുന്നു. പിന്നെ ഒരു സമയത്തിന് ആ സൈഡിൽ നിന്ന് ഒരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങറ്റത്ത് ഒരാൾ വെയിറ്റ് ചെയ്യണം ബൈക്ക് പോകാതുന്നത് വരെ. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. ഒരു ഓട്ടോയ്ക്ക് പോകാനുള്ള സ്പേസ് ഉണ്ട്. ഈ സൈഡിൽ നല്ല ഒരു വ്യൂ അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് നോക്ക്. ഓ പുളി സ്ഥലം ട്രിവാൻഡ്രം. അത് ഇപ്പം മഴ പെയ്യുന്നുണ്ടേ, അതുകൊണ്ട് വെള്ളം കിടന്ന് അലയുന്നുണ്ട. നിഹാസേ, ഹൗസ് യു ഫീൽ? യാ, ഈ സ്ഥലത്ത് മുതലേക്ക് ഉണ്ടെന്ന് പറഞ്ഞ്, മുതലുണ്ട് അതുകൊണ്ട് ഇറങ്ങല്ലെന്ന് പറഞ്ഞു. ഓടിച്ചെന്ന് ഇറങ്ങണം, തിരിച്ചു കയറി കടിച്ചു കൊണ്ടു നിന്നെ. ഓ ഈ പിള്ളേരാ പറഞ്ഞേ, എടി കുറച്ചു നേരം നിക്കണോന്ന്, എന്നാലേ ചാവോളൂ. നമ്മള് ഡാം ഒക്കെ ഇറങ്ങിയപ്പോ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഈ ചെറ്റ എന്തെന്നറിയാവോ, ഇവൻ വണ്ടിക്കകത്ത് കയറിയിട്ട് ലോക്ക് ചെയ്ത് നമ്മള് പുറത്തുനിന്ന് നനഞ്ഞു ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര കഴിഞ്ഞ് ഒരുപാട് ദൂരം എത്തി. ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഭീമാപ്പള്ളിയിലോട്ട് പോവാണ്. അവിടെ പോയിട്ടായിരിക്കും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ എടുക്കാൻ. എന്നാ അങ്ങനെ നമ്മള് ഇപ്പൊ ഭീമാപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭീമാപ്പള്ളി ഉറൂസ് ഒക്കെ നടക്കല്ലേ, അപ്പൊ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഉറൂസ് കാണാൻ പോവാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. പിന്നെ നിങ്ങൾ കാണാത്തവരൊക്കെ കാണാൻ നമുക്കപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. നമ്മളങ്ങനെ ഭീമാപ്പള്ളിയിലെത്തി. അങ്ങനെ അപ്പൊ
വണ്ടി പഠിക്കുകയാണ് കേസ് വ്ളോഗാക്കാം. അങ്ങനെ ഊമ്പി നിങ്ങളെല്ലാം പ്രാങ്ക് ചെയ്യാൻ ഓട്ടിക്കാനുണ്ടാകുന്നുള്ള രീതിയിൽ പക്ഷെ ഓടിക്കും കേസ്. പ്രൊഫഷണൽ ഡ്രൈവർ. ഞാൻ താഴെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുത്തു. ഹേ ഗോയ്സ്, നമ്മളപ്പം ലാസ്റ്റ് പോത്തങ്കോട് എത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഈ റെസ്റ്റോറൻറ്റ് പേരെന്താടാ? ഗ്രിൽ സ്റ്റേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി കഴിയുമ്പോൾ ഈ വ്ളോഗ് ഇവിടെ തീർക്കുന്നതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വീഡിയോ ഗൈസ്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്ന് നമ്മൾ പെരി പെരി അൽഫാമാണ് പറഞ്ഞത്. ഗൈസ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഇവരുടെ കടയിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയും വേറെ പ്ലാനൊന്നും ഇല്ല. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ